പാലാ രൂപതയുടെ കീഴിൽ 2019 പ്രവർത്തനം ആരംഭിച്ച മാർസ്ലീവ മെഡിസിറ്റിയുടെ വികസനത്തിൻ്റെ പാതയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് മാർസ്ലീവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെൻറ്റർ. ഒരു സമ്പൂർണ്ണ ക്യാൻസർ പരിചരണമാണ് മാർസ്ലീവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെൻറ്റർ കൊണ്ട് നമ്മൾ രോഗികൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. മാർസ്ലീവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെൻറ്ററിൻ്റെ കീഴിൽ 6 മെയിൻ ഡിപ്പാർട്ട്മെൻറ്റ്സും 6 അസോസിയേറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് 14 മൾട്ടി ഡിസിപ്ലിനറി ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മെഡിക്കൽ ഓങ്കോളജി, ഹെമറ്റോ ഓങ്കോളജി, പീഡിയാട്രിക് ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി, ന്യൂക്ലിയർ മെഡിസിൻ തുടങ്ങിയ വിഭാഗങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളവ. റേഡിയേഷൻ ഓങ്കോളജിയുടെ കീഴിൽ ഏറ്റവും നൂതനമായ വർസ HD ഹൈ ഡെഫിനിഷൻ റേഡിയോ സർജറി ലീനിയർ ആക്സിലറേറ്ററാണ് പ്രവർത്തന സജ്ജമായിട്ടുള്ളത്. 1 മില്ലിമീറ്റർ വരെ വലിപ്പമുള്ള ട്യൂമറുകളെ ഫലപ്രദമായി ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു അത്യാധുനിക ഉപകരണമാണ് ഇത്. ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗത്തിൻ്റെ കീഴിൽ അത്യാധുനികമായ ഡിജിറ്റൽ PET-CT 7 മിനിറ്റ് കൊണ്ട് സമ്പൂർണ്ണ ക്യാൻസർ നിർണയവും സ്റ്റേജിങ്ങും സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതുകൂടാതെ 3 ഡയമെൻഷനിലുള്ള ഇമേജിംഗ് എടുക്കാനായിട്ട് SPECT-CTയും ന്യൂക്ലിയർ മെഡിസിനിൽ സജ്ജമാണ്. കിടത്തി ചികിത്സയ്ക്കായിട്ട് 4 ഐസൊലേഷൻ ബെഡുകളും ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ്, കാർട്ടി സെൽ യൂണിറ്റിൻ്റെ കീഴിൽ സ്റ്റെം സെൽസ് കളക്ട് ചെയ്യാനും അത് സ്റ്റോർ ചെയ്യാനും ബോൺമാരോ ട്രാൻസ്പ്ലാന്റ്, കാർട്ടി സെൽ തെറാപ്പി മുതലായ നൂതന ചികിത്സകൾ നൽകാനുമായിട്ട് 4 ട്രാൻസ്പ്ലാന്റ് ICUകളും സജ്ജമായിരിക്കുന്നു. മെഡിക്കൽ ഹെമറ്റോ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റുകൾക്കായിട്ട് 35 ബെഡുകളോട് കൂടിയ ഡേ കെയർ യൂണിറ്റ് സജ്ജമാണ്. ഇതിൽ 3 VIP സൂട്ട് റൂമുകളും ഉൾപ്പെടുന്നു. പീഡിയാട്രിക് ഓങ്കോളജി വിഭാഗത്തിനായി പ്രത്യേകമായി ക്രമീകരിച്ച 2 പീഡിയാട്രിക് റൂമുകളും ക്യാൻസർ സെൻറ്ററിൻ്റെ പ്രത്യേകതയാണ്. 1,00,000-ൽ പരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണതയിലാണ് മാർസ്ലീവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെൻറ്ററിലെ സൗകര്യങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത്. മാർസ്ലീവ മെഡിസിറ്റി ചേർപ്പുങ്കൽ പാലായിലെ ന്യൂക്ലിയർ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അത്യാധുനിക ഗ്യാമ ക്യാമറ സ്പെക്ട് മെഷീനാണ് ഇത് നിങ്ങൾ കാണുന്നത്. ഈ മെഷീൻ ഉപയോഗിക്കുന്നത് ശരീരത്തിലെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് അറിയാനായിട്ടാണ്. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുടെ സ്ട്രക്ചർ CT സ്കാനിൽ നിന്നറിയാം. പക്ഷേ പ്രവർത്തനം അറിയണമെങ്കിൽ അവയവങ്ങൾ ഉപയോഗിക്കുന്ന മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റം, അതിൽ നിന്ന് സിഗ്നൽ എമിറ്റ് ചെയ്യുന്ന ആറ്റംസ് ശരീരത്തിൽ കൊടുത്താൽ ആ അവയവം എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്, അത് ഹോർമോണാക്കാം, അല്ലെങ്കിൽ ബോഡിയിൽ നിന്ന് ക്ലിയർ ചെയ്യുന്നതാക്കാം. എക്സാമ്പിൾ പറഞ്ഞാൽ കിഡ്നി യൂറിയ ക്ലിയർ ചെയ്യുന്നുണ്ട്, അതിന് സിമിലറായിട്ടുള്ളൊരു ആറ്റം സിഗ്നൽ എമിറ്റ് ചെയ്യുന്ന വെച്ചാൽ അയച്ചിട്ട് ഈ ഗ്യാമ ക്യാമറ കൊണ്ട് അതിന് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ, അതിൻ്റെ എത്ര സമയം കൊണ്ട് അത് കിഡ്നി ചെല്ലുന്നു, എന്തുമാത്രം അത് ക്ലിയർ എടുക്കുന്നു, എങ്ങനെ ക്ലിയർ ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായ വിവരം കിട്ടും. കിഡ്നിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് വളരെ കൃത്യമായ ഐഡിയ ഈ ഗ്യാമ ക്യാമറയിലുള്ള ടെസ്റ്റിലൂടെ കിട്ടും. ഈ ക്രിയാറ്റിനിൻ കൂടുന്നത് കിഡ്നിയുടെ പ്രവർത്തനം കുറേ താന്നു കഴിഞ്ഞിട്ട്, അതിന് മുമ്പ് തന്നെ പ്രമേഹ രോഗികളോ പ്രഷറുള്ളവരോ ഒക്കെ കിഡ്നിയുടെ പ്രവർത്തനം കുറഞ്ഞു വരുന്ന സമയത്ത് നേരത്തെ ഈ അവയവത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള കുറവ് കണ്ടുപിടിക്കാനും ചികിത്സ വളരെ കൃത്യമായിട്ട് നടത്താനും ഇത് ഉപയോഗിക്കും. അതുപോലെ തൈറോയിഡിൻ്റെ പ്രവർത്തനം, തൈറോയ്ഡ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറവാണ്, ഹൈപ്പോ തൈറോയിഡിസം വരും, കൂടുതലാണ് ഹൈപ്പർ തൈറോയിഡിസം വരും. അതിന് കൃത്യമായിട്ട് അയഡിൻ സിഗ്നൽ എമിറ്റ് ചെയ്യുന്ന അയഡിൻ കൊടുത്താൽ തൈറോയ്ഡ് എത്ര അയഡിൻ എടുക്കുന്നുണ്ട്, എത്ര പെട്ടെന്ന് ഹോർമോൺ ആക്കുന്നുണ്ട്, ഇത് കൃത്യമായിട്ട് അറിയാനൊക്കും. അതിൻ്റെ തൈറോയിഡിൻ്റെ സ്ട്രക്ചറും അറിയാനൊക്കും. അതുപോലെ ഹാർട്ടിലെ ബ്ലഡ് സപ്ലൈ, നമ്മൾ സാധാരണത്തിൽ ആൻജിയോഗ്രാഫിയൊക്കെ ചെയ്യുന്നത് നമ്മൾ വെറുതെ കിടക്കുമ്പോഴാണ്. ആ സമയത്തല്ല, നമ്മൾ നടക്കുമ്പോൾ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ അത് ഹാർട്ടിൻ്റെ ബ്ലഡ് സപ്ലൈ കൊണ്ട് അറിയണമെന്നുണ്ടെങ്കിൽ അത് നമ്മളിവിടെ ചെയ്യുന്നത് ആളിനെ ഒരു ട്രെഡ്മില്ലിൽ പതുക്കെ സാധാരണ നടക്കുന്ന പോലെ നടത്തി നോക്കി ആ സമയത്ത് എന്തെങ്കിലും അസ്വസ്ഥത എന്തെങ്കിലും തോന്നുന്നതാണ് ഹാർട്ട് മസിൽസ് എടുക്കുന്ന മോളിക്യൂൾസ്, സിഗ്നൽ മോളിക്യൂൾസ് കൊടുത്തിട്ട് ഇതിൽ ഇമേജ് എടുത്താൽ കൃത്യമായിട്ടും ആ അസ്വസ്ഥത ഹാർട്ടിന് ബ്ലഡ് സപ്ലൈ കുറവ് കൊണ്ടാണോ എന്ന് അറിയാൻ നോക്കും. കാരണം മറ്റ് കാരണം കൊണ്ട് അസ്വസ്ഥത ഉണ്ടാകും, മസിലിൻ്റെ പെയിനാകാം, ലങ്സിൻ്റെ ആകാം. അതൊന്നും പെട്ടെന്നൊരു എമർജൻസി വരികയില്ല. എമർജൻസി വരുന്നൊരു ഹാർട്ടിൻ്റെ ആണ് അപകടം, ജീവന് വരെ അപകടം വരാവുന്നതാണ്. അത് നേരത്തെ കണ്ടുപിടിച്ച് ഹാർട്ടിൻ്റെ കൂടെയാണ് ചികിത്സിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷനാണ്. അങ്ങനെ ശരീരത്തിലെ വിവിധ അവയവങ്ങളുടെ പ്രവർത്തനവും സ്ട്രക്ചറും ഡീറ്റെയിൽഡായിട്ട് അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗ്യാമ. ഇതിലൊരു ഉള്ളത്, ഇത് ശരീരത്തിൻ്റെ അവയവങ്ങളുടെ പ്രവർത്തനം അളക്കുന്നതുകൊണ്ട് സമയമെടുക്കും. 1 മിനിറ്റ് കൊണ്ടൊന്നും പറ്റില്ല. ഇതിന് വരുന്ന രോഗികൾ ചിലപ്പോൾ അരമണിക്കൂർ, ചിലപ്പോൾ 2 മണിക്കൂർ ഒക്കെ ഈ സ്റ്റഡിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അത്
എങ്കിലേ നമുക്ക് ആ ശരീരത്തിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് അറിയാനൊക്കെ ഉള്ളൂ. പിന്നെ റേഡിയേഷൻ ഒരുപാടുണ്ടെന്നുള്ളൊരു പേടിയുണ്ട് ന്യൂക്ലിയർ മെഡിസിനിൽ. മറ്റ് എക്സ്റേയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെയുള്ള റേഡിയേഷൻ ഉണ്ട്. ആ റേഡിയേഷൻ വളരെ സേഫായിട്ടുള്ളതാണ്. നമ്മൾ കൊടുക്കുന്ന നാനോഗ്രാംസ് ആണ് ആറ്റംസ്. അതിൽ നിന്നുള്ള റേഡിയേഷൻ വളരെ സേഫായിട്ടുള്ളതാണ്. പക്ഷേ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ആൾക്കാർക്ക് ഈ ടെസ്റ്റ് ചെയ്യാറില്ല. അല്ലാത്തവർക്ക് ഇത് വളരെ സേഫാണ്. അവയവങ്ങളുടെ പ്രവർത്തനം അറിയാൻ വേണ്ടി ഇത് ചെയ്ത് നോക്കേണ്ടതാണ്. ഈ ഗാമ ക്യാമറ സ്പെക്ട് പല പൊസിഷനിൽ നിന്ന് ബോഡിയുടെ പല ആംഗിളിൽ നിന്നുള്ള ഇമേജ് എടുത്ത് കൂടുതൽ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ തരും. ഒന്നെങ്കിൽ 180 ഡിഗ്രി വെച്ച് പ്ലാനാർ ഇമേജ്, അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് സെക്ഷൻസ് എടുത്ത് അത് ആഡ് ചെയ്ത് ഡീറ്റെയിൽഡ്. ഹാർട്ടിൻ്റെ സ്റ്റഡി നടത്തുമ്പോൾ അത് 90 ഡിഗ്രി നിന്ന് ഹാർട്ടിൻ്റെ പല ആംഗിളിൽ നിന്നുള്ള ഇമേജുകൾ എടുത്ത് ആഡ് ചെയ്ത് ഫുൾ ഇമേജ് ഉണ്ടാക്കും. അങ്ങനെയുള്ളൊരു സ്റ്റഡിയാണിപ്പം കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്തിരിക്കുന്നത് ഹാർട്ട് മസിൽ മാത്രം എടുക്കുന്ന ഒരു മരുന്നാണ്. അപ്പോൾ ആ മരുന്ന് ഹാർട്ട് മസിൽ ബ്ലഡ് സപ്ലൈ ഉള്ളിടത്തൊക്കെയാണ് ചെല്ലുന്നത്. അതിൻ്റെ ഇമേജാണ്, ഹാർട്ടിൻ്റെ ഇമേജ് കൃത്യമായിട്ട് എടുക്കും ഈ പൊസിഷനിൽ ഗാമ ക്യാമറ. അത് സ്റ്റെപ്പ് ആൻഡ് ഷൂട്ട് എന്ന് പറയും. അത് ഒരു പൊസിഷനിൽ നിന്ന് 30 സെക്കൻഡ്സ് ഇമേജ് എടുക്കും, അടുത്ത പൊസിഷനിൽ പോയി. അങ്ങനെ ഈ മെഷീനിൽ നിന്ന് റേഡിയേഷനൊന്നുമില്ല. നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത മെഡിസിനിൽ നിന്നുള്ള ഗാമ എമിഷൻ വരുന്നുണ്ട്. അതിലുള്ള ഇൻഫർമേഷൻ ഈ ഇൻസ്ട്രുമെൻറ്റ് ഗ്യാദർ ചെയ്തിട്ട് പിന്നെ ബ്ലഡ് സപ്ലൈ, ഹാർട്ടിൻ്റെ ബ്ലഡ് സപ്ലൈയുടെ ഇൻഫർമേഷൻ തരികയാണ്. ഇതിലൊരു സെൻസറുണ്ട്. ഇത് ബോഡിയെ ടച്ച് ചെയ്യില്ല. ഒരു ഡിസ്റ്റൻസ് അടുത്ത് വന്നു കഴിയുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യും. മാർസിലിയ മെഡിസിറ്റിയിലെ ഏറ്റവും അത്യാധുനികമായ ഡിജിറ്റൽ പെറ്റ് മെഷീനാണിത്. ഈ മെഷീൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ സെല്ലുകളുടെ മെറ്റബോളിസവും സ്ട്രക്ചറും അറിയാനാണ്. പെറ്റ് റേഡിയോ ആക്റ്റീവ് ഗ്ലൂക്കോസ് ഇഞ്ചെക്ട് ചെയ്ത് സെൽസ് ഗ്ലൂക്കോസ് എടുക്കുന്ന അതിൻ്റെ മെറ്റബോളിസത്തിൻ്റെ റേറ്റ് അനുസരിച്ചാണ്. ക്യാൻസർ സെൽസിൻ്റെ മെറ്റബോളിസം കൂടുതലുണ്ട്, അതുകൊണ്ട് അത് കൂടുതൽ ഗ്ലൂക്കോസ് എടുക്കും. അപ്പോൾ ഒരു ക്യാൻസർ ഒരിടത്ത് മാത്രമേ ഉള്ളൂ, അത് സ്പ്രെഡ് ചെയ്തോ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഈ മെഷീൻ ഉപയോഗിച്ച്. കാരണം പലയിടത്തും ഒരുപാട് ഗ്ലൂക്കോസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ക്യാൻസർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ ചെയ്ത് ക്യൂർ ചെയ്യാൻ പറ്റുകയില്ല, വേറെ ട്രീറ്റ്മെൻറ്റ് രീതികൾ ചെയ്യേണ്ടി വരും. പേഷ്യൻറ്റിന് വളരെ കുറച്ച് സമയം കൊണ്ട് ഈ ടെസ്റ്റ് നടത്തുന്നതുകൊണ്ട് പേഷ്യൻറ്റിനുള്ള ഡിസ്കംഫർട്ടും വളരെ കുറവാണ്. നേരത്തെയുള്ള മെഷീനൊക്കെ 15 മിനിറ്റ് ഒക്കെ എടുക്കുന്ന ഇത് 7 മിനിറ്റ് കൊണ്ട് സ്കാൻ തീരും. അപ്പോൾ പേഷ്യൻറ്റ് കിടന്നുള്ള, മിക്കവാറും ക്യാൻസർ പേഷ്യൻറ്റ് വേദനയൊക്കെ ഉണ്ട്, കിടന്നുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പം ഈ ക്യാൻസറിൻ്റെ ഡയഗ്നോസിൽ ഇനിഷ്യൽ സ്റ്റേജിങ്, ക്യാൻസർ ഒരിടത്തേ ഉള്ളോ പലയിടത്തുണ്ടോ ഇനിഷ്യൽ സ്റ്റേജിങ്. പിന്നെ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ ക്യാൻസറിൻ്റെ മരുന്ന് ഫലിക്കുന്നുണ്ടോ, ഒരു 2 സൈക്കിള് കീമോതെറാപ്പി കഴിഞ്ഞ് ചെയ്ത് നോക്കിയാൽ സെൽസിൻ്റെ മെറ്റബോളിസം കുറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഫലിക്കുന്നുണ്ട്. അതേ ചികിത്സാ രീതി തുടരാം. അതല്ല മെറ്റബോളിസത്തിന് മാറ്റം വരുന്നില്ലെങ്കിൽ മരുന്നുകൾ മാറി ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി മാറുന്നുണ്ട്. പിന്നെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് ക്യൂറായോ, പേഷ്യൻ്റ് ക്യാൻസർ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയാനായിട്ട് പെറ്റ് ഉപയോഗിക്കുന്നു. അപ്പോൾ ക്യാൻസറിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിങ്, ട്രീറ്റ്മെൻറ്റ് റെസ്പോൺസ്, ഫോളോ അപ്പ്, ഈ 3ലും വളരെ ഉപകാരപ്രദമായ ഒരു മെഷീനാണ് പെറ്റ് മെഷീൻ. ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്, അല്ലെങ്കിൽ ഫാമിലിയിൽ ഹൈ റിസ്ക് ഉണ്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാർസിലിയയിലെ ന്യൂക്ലിയർ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് വന്നാൽ, അപ്പോയിൻമെൻ്റ് എടുത്ത് വന്നാൽ ഈ സ്റ്റഡി 7 മിനിറ്റ് കൊണ്ട് തീരും. ഫുൾ ബോഡിയിലുള്ള ഇമേജ് എടുക്കുന്നതുകൊണ്ട് ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് ആ ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നൂതന ചികിത്സാ രീതി അല്ല. റേഡിയേഷൻ ചികിത്സ പണ്ടുകാലം തൊട്ടേ നമ്മുടെ നാട്ടിൽ ക്യാൻസറിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. റേഡിയേഷനിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ ഫോക്കസ് ചെയ്തല്ല കൊടുത്തുകൊണ്ടിരുന്ന റേഡിയേഷൻ്റെ ചികിത്സ. ഇപ്പം നമ്മൾ വളരെയധികം ഫോക്കസ് ചെയ്ത് ട്യൂമറിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് ട്യൂമർ അനങ്ങുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം അനക്കി കൊടുക്കുന്ന രീതി വരെ ഇന്ന് റേഡിയേഷൻ ചികിത്സയിൽ ഉണ്ട്. പണ്ട് കാലത്ത് റേഡിയേഷൻ കൊടുത്തുകൊണ്ടിരുന്ന കൊബാൾട്ട് മെഷീനിൽ റേഡിയോ ആക്റ്റീവായിട്ടുള്ള കൊബാൾട്ട് സോഴ്സാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അന്ന് വലിയ മാറ്റങ്ങളില്ലാതെ ട്യൂമർ എവിടെ ഇരുന്നിരുന്നോ ആ ഒരു ഏരിയ ശരീരത്തിൽ നമ്മൾ വരച്ചിട്ട് ആ ഒരു ഏരിയയ്ക്ക് മുഴുവൻ റേഡിയേഷൻ കൊടുക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്.
അസുഖം മാറുന്നതിനോടൊപ്പം തന്നെ സൈഡ് ഇഫക്റ്റുകളും വളരെ കൂടുതലായിരുന്നു അക്കാലത്ത്. ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ പുതിയ മെഷീനുകൾ വന്നു. കൊബാൾട്ട് മെഷീനുകൾ മാറി ലീനിയർ ആക്സിലറേറ്ററുകൾ വന്നു. ലീനിയർ ആക്സിലറേറ്ററിൻ്റെ അകത്ത് തന്നെ പല എനർജിയിൽ പല മൾട്ടി ലീഫ് കൊളിമേറ്റേഴ്സ് ഉപയോഗിച്ച് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി വന്നു. അതോടൊപ്പം തന്നെ ശരീരത്തിൽ അനങ്ങിക്കൊണ്ടിരിക്കുന്ന ട്യൂമറിന് നമുക്ക് ഫോക്കസ് ചെയ്ത് അനങ്ങുന്ന സമയത്തോ കൃത്യം നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തോ മാത്രം റേഡിയേഷൻ കൊടുക്കാൻ പറ്റുന്ന രീതികളും നിലവിൽ വന്നിട്ടുണ്ട്. ഈ രീതികളെല്ലാം തന്നെ നമുക്ക് ലീനിയർ ആക്സിലറേറ്റർ മെഷീനിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ലീനിയർ ആക്സിലറേറ്റർ മെഷീൻ എലക്ട കമ്പനിയുടെ വെർസ HDRS എന്ന മെഷീനാണ്. നമ്മുടെ മെഷീന് പ്രധാനമായും 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് അതിൻ്റെ ഹെഡ് അഥവാ ഗാൻട്രി, അതിൽ നിന്നാണ് റേഡിയേഷൻ വികിരണങ്ങൾ പുറത്തോട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ഒരു ഇമേജിങ് ചെയ്യാനുള്ള ഒരു സോഴ്സ് കൂടിയുണ്ട്. അതായത് ഞാൻ ഈ കൊടുക്കുന്ന റേഡിയേഷൻ കൃത്യം ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെയാണോ വീഴുന്നത്, അതെനിക്ക് അറിയണമെങ്കിൽ ഒരു CT സ്കാനോ എക്സ്റേയോ എടുത്ത് ട്രീറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് കൺഫേം ചെയ്യണം. ഉറപ്പിച്ചിട്ട് ആ ഭാഗത്തിന് തന്നെ റേഡിയേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് റേഡിയേഷൻ കൊടുക്കുന്ന ഹെഡിനോടൊപ്പം തന്നെ ഒരു ഇമേജിങ് ഹെഡും കൂടെ ഈ റേഡിയേഷൻ മെഷീനിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. റേഡിയേഷൻ മെഷീന് പ്രധാനമായും ഇങ്ങനെ 2 ഭാഗങ്ങളാണുള്ളത്. അതോടൊപ്പം തന്നെ പേഷ്യൻ്റ് കിടക്കുന്ന ഒരു കൗച്ച് അഥവാ ഒരു ബെഡ് അതുമുണ്ട്. നമ്മൾ റേഡിയേഷൻ കൊടുക്കുന്ന സമയത്ത് അധികവും പേഷ്യൻറ്റിനെ നമ്മൾ ഇമ്മൊബിലൈസേഷൻ അഥവാ ഫിക്സ് ചെയ്താണ് കിടത്തുന്നത്. അവർ ഈ കട്ടിലിൽ കൃത്യം ഒരു പോയിന്റിൽ കംഫർട്ടബിളായിട്ട് ഒരു തെർമോപ്ലാസ്റ്റിക് മാസ്കിലാണ് നമ്മൾ അവരെ ഫിക്സ് ചെയ്ത് കിടത്തുന്നത്. അതിനുശേഷം നമ്മൾ ബെഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇമേജിങ് യൂണിറ്റ് വന്നിട്ട് ഇമേജ് ചെയ്യുന്നു. ഇമേജ് ചെയ്ത് കൃത്യമാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ഏത് ആംഗിളിൽ കൂടി കൊടുക്കണമെന്ന് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ആംഗിളിൽ നമ്മൾ റേഡിയേഷൻ്റെ ചികിത്സ ഡെലിവർ ചെയ്യുന്നു. ധാരണകളെക്കാൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് റേഡിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. എല്ലാവർക്കുമുള്ള സംശയമാണ്, റേഡിയേഷൻ വേദനാജനകമാണോ? റേഡിയേഷൻ എടുക്കുമ്പോൾ എനിക്ക് വേദനിക്കുമോ? റേഡിയേഷൻ എടുക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? എപ്പോഴും ഞങ്ങൾ നേരിടുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇവയൊക്കെ. അതിനുള്ള മറുപടിയാണ്, റേഡിയേഷൻ ഒരു വേദന രഹിത ചികിത്സയാണ്. അതോടൊപ്പം തന്നെ ക്യാൻസറിൻ്റെ വേദനയുള്ളവർക്ക് വേദന മാറാൻ കൊടുക്കുന്ന ചികിത്സയാണ് റേഡിയേഷൻ ചികിത്സ. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഹൈ എനർജിയിലുള്ള വികിരണങ്ങൾ ജസ്റ്റ് നമ്മുടെ ശരീരത്തിൽ അസുഖമുള്ളിടത്ത് പതിയുന്നു, അത്രയും മാത്രമേ ഉള്ളൂ. അത് പതിയുന്ന സമയത്ത് നമ്മൾ അറിയാറ് പോലുമില്ല. നമ്മുടെ ശരീരത്തിൽ ഒരാൾ ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ണടച്ചാൽ നിൽക്കുന്നതെങ്കിൽ എവിടെ അടിച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് റേഡിയേഷൻ ചികിത്സയും. നമ്മൾ ഈ ബെഡിൽ കയറി കിടക്കുന്നു, മെഷീൻ ഓൺ ആകുന്നു, മെഷീൻ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ആ റേഡിയേഷൻ തരുന്നു, നമ്മൾ അറിയുന്നു പോലുമില്ല. കഴിഞ്ഞു എന്ന് പറയുന്നു, നമ്മൾ എഴുന്നേറ്റ് വീട്ടിൽ പോകുന്നു. അതായത് ഒരു റേഡിയേഷന് വേണ്ടി ആരും അഡ്മിറ്റ് ആവേണ്ട കാര്യങ്ങൾ പോലുമില്ല. ഈവൻ ഇൻഷുറൻസ് പർപ്പസിന് പോലും അതൊരു ഔട്ട് പേഷ്യൻ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. ഏകദേശം റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന നോർമൽ സമയം ട്രീറ്റ്മെൻറ്റ് ഡെലിവർ ചെയ്യാൻ മാത്രമാണെങ്കിൽ അത് ചിലപ്പം 1-2 മിനിറ്റ് മാത്രമേ ഉള്ളൂ. എന്നാൽ പേഷ്യൻ്റ് കിടക്കുന്നത് പൊസിഷൻ അത് കൃത്യമാക്കാൻ, അതോടൊപ്പം തന്നെ ആ പൊസിഷൻ കൃത്യമാണോ ഇമേജ് ചെയ്ത് നോക്കാൻ, അതിനെല്ലാം കൂടി ഏകദേശം ഒരു 15 മിനിറ്റിൽ പേഷ്യൻ്റ് അകത്ത് കയറി പുറത്തു പോകാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് റേഡിയേഷൻ. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഉള്ള സ്ഥിരം ചോദ്യങ്ങൾ, റേഡിയേഷൻ എടുത്തതിന് ശേഷം എനിക്ക് കുട്ടികളുടെ അടുത്ത് പോകാൻ പറ്റുമോ, എനിക്ക് ഒരു ഗർഭിണിയുടെ അടുത്ത് പോകാൻ പറ്റുമോ, ഇതൊക്കെയാണ്. നമ്മുടെ ശരീരത്തിൽ ഈ മെഷീൻ ഓണായി അടിച്ചു, മെഷീൻ ഓഫായി നമ്മൾ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പിന്നെ റേഡിയേഷൻ ഇല്ല. അവിടെ പിന്നെ നമ്മുടെ ശരീരത്തിൽ റേഡിയോ ആക്റ്റീവായിട്ടോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾക്ക് കുട്ടികളുമായിട്ട് സമ്പർക്കമാവാം, ഗർഭിണികളുടെ അടുത്ത് പോകാം. അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും റേഡിയേഷൻ ചികിത്സ കൊണ്ട് നമ്മളുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നവർക്ക് ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല.